കേരളത്തിൽ നിന്ന് മറ്റൊരു പ്ലെയർ IPLലേക്ക് എത്തിയിരിക്കുകയാണ്. മുംബൈ ഇന്ത്യൻസിലായിരുന്നു വിഷ്ണു വിനോദ്. എന്നാൽ ഇപ്പോൾ താരത്തെ മറ്റൊരു ടീമാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഓരോ ടീമുകളും വാങ്ങിച്ച താരങ്ങളുടെ ലിസ്റ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. IPL ലേലവിളിയോടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അവസാനിച്ചിട്ടില്ല. പക്ഷേ ഇന്നത്തെ ലേലവിളി ഉടനെ തന്നെ അവസാനിക്കും. ഇപ്പോഴിതാ മലയാളി താരം വിഷ്ണു വിനോദിനെ പഞ്ചാബ് സ്വന്തമാക്കിയിരിക്കുകയാണ്. 95 ലക്ഷത്തിനാണ് വിഷ്ണു വിനോദിനെ പഞ്ചാബ് നേടിയിരിക്കുന്നത്. അതുപോലെ നെഹൽ വധേരയെ പഞ്ചാബ് 4 കോടി 20 ലക്ഷത്തിന് വാങ്ങിച്ചിരിക്കുകയാണ്. കരുൺ നായരെ വാങ്ങിയത് ഡൽഹി ടീമായിരുന്നു 50 ലക്ഷത്തിന്. അതേസമയം അഭിനവ് മനോഹറിനെ 3 കോടി 20 ലക്ഷത്തിന് ഹൈദരാബാദ് വാങ്ങി. കഴിഞ്ഞ പ്രാവശ്യം CSK റെക്കോർഡ് തുക കൊടുത്ത് വാങ്ങിയ സമീർ റിസ്വി ഇപ്രാവശ്യം കുറഞ്ഞ വിലയ്ക്കാണ് പോയിരിക്കുന്നത്. റിസ്വിയെ 95 ലക്ഷത്തിന് ഡൽഹിയാണ് സ്വന്തമാക്കിയത്. കഴിഞ്ഞ പ്രാവശ്യം CSK ടീമിന് അബദ്ധം പറ്റിയതാണ്. ഇത്തവണ ലേലത്തിൽ ഞെട്ടിച്ചിരിക്കുന്നത് CSKയും മുംബൈയുമാണ്. മികച്ച താരങ്ങളെയാണ് അവർ വാങ്ങിയിരിക്കുന്നത്. അതേസമയം രാജസ്ഥാൻ പ്ലാൻ B ആണ് നടപ്പാക്കിയിരിക്കുന്നത്. രാജസ്ഥാൻ ആർച്ചറെ സ്വന്തമാക്കി. ഇതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസ് ബോൾട്ടിനെയും വിളിച്ചെടുത്തു. എന്നാൽ CSK നോട്ടമിട്ടത് അശ്വിനെയായിരുന്നു. കൃത്യമായിട്ട് CSK അത് നടപ്പാക്കി. അശ്വിനെ 9 കോടിക്ക് ടീമിലെത്തിച്ചു. ഇനി ചെന്നൈക്ക് പേടിക്കാനില്ല. ഓപ്പണിങ്ങിൽ ഡെവോൺ കോണവേയും ഉണ്ട്. അതുപോലെ ബൗളേഴ്സിൽ മികച്ച താരങ്ങളുണ്ട്. CSKയുടെ സൂപ്പർ ബൗളർ തീക്ഷ്ണയെ രാജസ്ഥാൻ സ്വന്തമാക്കുകയും ചെയ്തു. പക്ഷെ രാജസ്ഥാനെ കൈവിട്ടു പോയത് ട്രെൻഡ് ബോൾട്ട്, പ്രസിദ്ധ് കൃഷ്ണയായിരുന്നു. അതുപോലെ ആവേശ് ഖാനെയും സ്വന്തമാക്കാൻ സാധിച്ചില്ല. ചഹലിനെയും കൈവിട്ടു. ബൗളിങ്ങിൽ രാജസ്ഥാന് തിരിച്ചടിയാണ്. പക്ഷെ ബാറ്റിങ്ങിൽ ഒന്നും തന്നെ പേടിക്കാനില്ല. മികച്ച താരങ്ങളെ രാജസ്ഥാൻ വാങ്ങിയിട്ടുണ്ട്. എന്തായാലും ലേലവിളി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഴുവൻ ലേലവിളിയും കഴിഞ്ഞാൽ എല്ലാ ടീമിൻ്റെയും താരങ്ങളുടെ ലിസ്റ്റ് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.